ശ്രീ വേണുഗോപാൽ ഇവിടെ പ്രധാനമന്ത്രി നടത്തിയ ഇന്നത്തെ അഭിസംബോധന അദ്ദേഹം അസന്നിഗ്ധമായി പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒട്ടും പുറകോട്ടില്ല. പാകിസ്ഥാൻ കേണപേക്ഷിച്ചപ്പോഴാണ് ഇത്തരമൊരു വെടിനിർത്തലിനായി പോലും നമ്മൾ തയ്യാറായത്. ഇനിയും നിരീക്ഷിക്കും പാകിസ്ഥാന്റെ ഓരോ നീക്കവും എന്നുള്ളതാണ്. അതിനുശേഷമാകും ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഘട്ടം. ചർച്ചയേ ഇല്ല, ഭീകരവാദവുമായി അല്ലാതെ ചർച്ചയില്ല. അതായത് സിന്ധു നദിയിലെ കരാറുമായി ബന്ധപ്പെട്ട് നിലപാട് തുടരും, ട്രേഡുമായി ബന്ധപ്പെട്ട നിലപാട് തുടരും. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വളരെ വ്യക്തമായി പ്രധാനമന്ത്രി മനസ്സിലാക്കി കൊടുക്കുകയാണ് പാകിസ്ഥാനെ. അതെ, ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിൽ ഇന്നത്തെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ദേശത്തെ അഭിസംബോധന ചെയ്യുകയാണെന്നാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം ഇന്ന് ലോകത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചൈന, അമേരിക്ക എന്നീ രാഷ്ട്രങ്ങൾക്ക് കൂടിയുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു. ഇന്ന് ബുദ്ധ പൗർണമിയാണ്, സമാധാനത്തിൻ്റെ ദിനമാണ്. പക്ഷേ സമാധാനം നിലനിൽക്കണമെങ്കിൽ ശക്തി വേണം. ഇതാണ് ഇന്ത്യ പഠിച്ച ഇത്രയും നാളത്തെ നമ്മളോട് എതിർത്തവരിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം. ഇത് ഇന്ത്യ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 ദിവസമെന്ന് ഞാൻ തീർച്ച പറയുന്നില്ല, 2.5 ദിവസത്തെ യുദ്ധത്തിൽ നിന്നും നമ്മൾ ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ചൈനയുടെ ഉപകരണങ്ങൾ നമ്മൾ തട്ടിത്തെറിപ്പിച്ചു. പാകിസ്ഥാൻ കൊണ്ടുവന്ന 400-ൽ പരം തുർക്കി ഡ്രോണുകൾ നമ്മൾ നിഷ്പ്രഭമാക്കി. അവരുടെ എയർ ബേസുകൾ മുഴുവൻ തകർത്തു, റഡാറുകൾ തകർത്തു. ഇനി ഒരു വിമാനം അവിടുന്ന് പറന്ന് ഇപ്പുറത്ത് വന്ന് ഒരു ആക്രമണം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ത്യ സൃഷ്ടിച്ചു. ഇതിൽ നമ്മൾ അഭിമാനിക്കുക മാത്രമല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എന്താണെന്ന് ഇന്ന് ചൈനയും അറിഞ്ഞിരിക്കുന്നു, US-ഉം അറിഞ്ഞിരിക്കുന്നു, വിദേശ രാഷ്ട്രങ്ങൾ മൊത്തം അറിഞ്ഞിരിക്കുന്നു, പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഒരു സംശയമില്ല. അത് മാത്രമല്ല, പാകിസ്ഥാൻ എന്നുള്ള പേര് അദ്ദേഹം ഓരോ വാചകത്തിലും എടുത്തു പറയുമ്പോൾ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പ് ഇത് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ കേൾക്കണം എന്ന് തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതായത് ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് പോവുകയില്ല, ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് പോവുകയില്ല, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകുകയില്ല. ഇതാണ് ഇന്ത്യ നൽകുന്ന സന്ദേശം. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ധു താൽക്കാലികമായി നിർത്തിവെച്ചിട്ടേ ഉള്ളൂ. ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യ. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇനി തിരിച്ചടി അങ്ങോട്ടുണ്ടാവും. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, അണുവായുധ ബ്ലാക്ക് മെയിലിംഗ് വേണ്ട, ഈ ന്യൂക്ലിയർ സ്പോൺസേർഡ് ടെററിസം വേണ്ട. ഈ യുഗം യുദ്ധത്തിൻ്റെതല്ല, പക്ഷേ തീവ്രവാദികളുടേതുമല്ല, തീവ്രവാദത്തിന്റെ. മാത്രമല്ല, അണുവായുധ ശേഖരമുണ്ടെന്ന് പറയുന്നവരെ അവിടെ വന്ന് ആക്രമിക്കുമെന്ന് പാകിസ്ഥാന്റെ മന്ത്രിമാർ ആദ്യം ഞങ്ങൾ ഇത് പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആദ്യം പാകിസ്ഥാനാണ്. അതെ, അതിനേക്കാൾ വലിയൊരു പ്രധാന കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ഈ നമ്മളോട് ചർച്ചയ്ക്ക് വന്ന ദിവസം 10-ാം തീയതി 1 മണിക്ക് US പറഞ്ഞത് ഭയങ്കരമായ സന്നാഹം, നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അണുവായുധ ആക്രമണം വരെ അവർ നടത്തിയേക്കും, നിങ്ങൾ ഞെട്ടിപ്പോവും, അതുകൊണ്ട് ഞങ്ങൾ മധ്യസ്ഥരാകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവരുടെ DGMO ഞങ്ങളുടെ DGMO ആയിട്ട് സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മൾ അടിച്ചത് ഈ അണുവായുധ ശേഖരത്തിന് തൊട്ടടുത്താണ്. അതെ, അവിടെ ഇത് ഇന്ത്യക്ക് വളരെ മുമ്പേ അറിയാമായിരുന്നു. ഇന്ത്യ വളരെ കണക്ക് കൂട്ടിയാണ് റാവൽപിണ്ടിയിലെ അവരുടെ അണുവായുധ കേന്ദ്രത്തിന് തൊട്ടടുത്ത് വരെ കൊണ്ടുപോകുമ്പോൾ അത് അപ്പുറത്തിടാൻ അറിഞ്ഞുകൂടായിട്ടല്ല, അപ്പുറത്തിടാതെ ഇപ്പുറത്തിട്ടതാണ്. ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് വേണ്ട എന്നുള്ള സന്ദേശമാണ് കൃത്യമായിട്ട് പ്രധാനമന്ത്രി തന്റെ എത്രയോ രാജ്യങ്ങളുടെ പക്കൽ ന്യൂക്ലിയർ ബോംബുകളുണ്ട്. ഇപ്പോൾ എത്രയോ യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിന്റെ ആദ്യഘട്ടം തന്നെ ഇത് പ്രയോഗിക്കുമെന്ന് വെല്ലുവിളിക്കുകയാണ്. അപ്പൊ എത്രത്തോളം അല്പരാണ്. ഇവിടെ മാത്രമല്ല, UN സെക്യൂരിറ്റി കൗൺസിൽ, ലോകത്തിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കേണ്ട UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇരുന്ന് പാകിസ്ഥാൻ ഇത് പറഞ്ഞിട്ട് അവിടുത്തെ ബാക്കി വീറ്റോ പവറുള്ള രാഷ്ട്രങ്ങളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ചോദ്യവും കൂടെയാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി.